കനത്ത മഴയിൽ തെളിവുകളെല്ലാം ഒലിച്ചുപോയെന്ന് പ്രതി കരുതിയെടുത്ത് പോലീസിന്റെ അസാധാരണമായ നിരീക്ഷണ ബുദ്ധിയും ഒരു തുണ്ട് കയറുമാണ് ആറാട്ടുപുഴ കൊലപാതക കേസിലെ പ്രതിയെ അഴിക്കുള്ളിലാക്കിയത്. ആറാട്ടുപുഴ കിഴക്കേക്കര സാധുപുരത്ത് തെക്കത്തിൽ തങ്കമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തി കായലിൽ കെട്ടിത്താഴ്ത്തിയ കേസിൽ അയൽവാസിയായ കനകക്കുന്ന് കൊച്ചുപടന്നയിൽ പ്രകാശൻ കസ്റ്റഡിയിലായതിനു പിന്നിൽ സിനിമയെ വെല്ലുന്ന അന്വേഷണ കഥയാണുള്ളത്. പ്രതി കുറ്റം സമ്മതിച്ചതായും താൻ ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചതെന്ന് മൊഴി നൽകിയതായും തൃക്കുന്നപ്പുഴ പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ ക്രൂരതയുടെ ആഴം കണക്കിലെടുക്കുമ്പോൾ ഇയാൾക്കൊപ്പം കൂടുതൽ പേർ ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കൊലപാതകം നടന്ന ഞായറാഴ്ച രാത്രി പ്രദേശത്ത് അതിശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ വിരലടയാളങ്ങളോ മറ്റ് ശാസ്ത്രീയ തെളിവുകളോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. വയോധികയുടെ കഴുത്തിൽ വലിയ കല്ലുകെട്ടി കായലിൽ താഴ്ത്താൻ ഉപയോഗിച്ച കയറാണ് അന്വേഷണത്തിൽ നിർണായക വഴിതിരിവായത്. മത്സ്യബന്ധനത്തിന് സാധാരണയായി ഉപയോഗിക്കാറുള്ള പ്രത്യേകതരം കയറായിരുന്നു അത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് പരിസരവാസികളുടെ രഹസ്യമൊഴികൾ ശേഖരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇടയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകാറുള്ള പ്രകാശന്റെ വീടിന്റെ സമീപത്ത് ഇത്തരമൊരു കയർ മുൻപ് കണ്ടിരുന്നതായി ചില അയൽവാസികൾ പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. ഈ ഒരു ചെറിയ സൂചനയിൽ പിടിച്ച് പോലീസ് പ്രകാശനെ കരിനിഴലിലാക്കി. കയറിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതോടെ പ്രകാശനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് മുതിർന്നില്ല. പകരം ഇയാളെ കടുത്ത പോലീസ് നിരീക്ഷണത്തിലാക്കുകയാണ് ചെയ്തത്. നാട്ടിൽ കൊലപാതകത്തെക്കുറിച്ച് ജനകീയ പ്രതിഷേധവും ആക്ഷൻ കൗൺസിൽ രൂപീകരണ ചർച്ചകളും നടക്കുമ്പോൾ പ്രകാശൻ കാണിച്ച അമിതമായ പരിഭ്രാന്തിയും പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയ ചൊവ്വാഴ്ച മുതൽ ഇയാളുടെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സംശയം ഉറപ്പായതോടെയാണ് ഇയാളെ രഹസ്യകേന്ദ്രത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പ്രതിക്ക് അധികനേരം പിടിച്ചു നിൽക്കാനായില്ല. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തങ്കമ്മയുടെ സ്വർണ്ണവളകളും മോതിരവും കൈവശമുണ്ടായിരുന്ന പണവും കവരാൻ വേണ്ടിയാണ് പ്രകാശൻ അതിക്രമം നടത്തിയത്. ഞായറാഴ്ച രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി തങ്കമ്മയുടെ തലയ്ക്ക് പിന്നിൽ മാരകമായി അടിച്ചു വീഴ്ത്തി. തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പ്രധാന വഴി ഒഴിവാക്കി. വീടിന് തൊട്ടു പിന്നിലുള്ള കായൽ മാർഗത്തിലൂടെയാണ് വയോധികയെ കായലിലേക്ക് എത്തിച്ചത്. തലക്കേറ്റടിയിൽ ബോധരഹിതയായ വയോധികയുടെ കൈകാലുകൾ പരസ്പരം ബന്ധിപ്പിച്ചു. മൃതദേഹം ഒട്ടും പൊങ്ങി വരാതിരിക്കാൻ കഴുത്തിൽ വലിയ കല്ല് കയറുകൊണ്ട് മുറുക്കി കെട്ടി കായലിലേക്ക് താഴ്ത്തുകയായിരുന്നു. തങ്കമ്മയെ ജീവനോടെയാണ് കായലിൽ കെട്ടിത്താഴ്ത്തിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ബോധരഹിതയായ വയോധികയുടെ ശ്വാസകോശത്തിൽ കായലിലെ വെള്ളം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചത്. തെളിവ് നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ച പ്രതിയെയാണ് ഒടുവിൽ പോലീസ് തങ്ങളുടെ അസാധാരണമായ അന്വേഷണ മികവിലൂടെ മണിക്കൂറുകൾക്കകം വലയിലാക്കിയത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും.